ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാട് UP സ്കൂൾ സീയിങ് ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീയിങ് ടീച്ചർ പാലക്കാട് പാർട്ട് സെക്കൻഡ്. 20 ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ബേസിക് തയ്യലുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ബേസിക് തയ്യലുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ 2. ഹാൻഡ് തയ്യൽ അല്ലെങ്കിൽ മെഷീൻ തയ്യൽ, അങ്ങനെ 2 രീതിയിലാണ് തയ്യലുകൾ, കൈത്തയ്യലുകളും മെഷീൻ തയ്യലുകളും അങ്ങനെ 2 രീതിയിലാണ് തയ്യലുകളെ തരംതിരിച്ചിരിക്കുന്നത്. തയ്യൽ മെഷീനിൻ്റെ ബോബിനിൽ നൂൽ ചുറ്റുമ്പോൾ നൂലിന് കുടുക്ക് വരാത്ത വണ്ണം സൂക്ഷിക്കുന്നതിന് ഒരു ബട്ടണിൻ്റെ ആകൃതിയിൽ ബേസ് പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം. തയ്യൽ മെഷീൻ്റെ ബോബിനിൽ നൂൽ ചുറ്റുമ്പോൾ നൂലിന് കുടുക്ക് വരാത്ത വണ്ണം സൂക്ഷിക്കുന്നതിന് ഒരു ബട്ടണിൻ്റെ ആകൃതിയിൽ ബേസ് പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം. ബേസ് പ്ലേറ്റിൽ നൂല് സൂചിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് നൂല് കെട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ത്രെഡ് ഗൈഡ്. അതിൻ്റെ പേര് പോലെ തന്നെയാണ് ത്രെഡ് ഗൈഡ് എന്ന് പറഞ്ഞാൽ. ഗൈഡ് എന്ന് വെച്ചാൽ ത്രെഡിന് വഴികാട്ടുന്നതാണ്. അപ്പോൾ ത്രെഡിനെ നേരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ത്രെഡ് ഗൈഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ച് നേർമയുള്ള തുണികളുടെ ചീത്ത വശത്ത് തയ്ച്ച് പൂർത്തിയാക്കാവുന്ന എംബ്രോയിഡറിയാണ്. നമ്മൾ ഹെറിംഗ് ബോണിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചിക്കൻ കറി വർക്കിലൊക്കെ ഹെറിംഗ് ബോണാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഹെറിംഗ് ബോൺ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാൻ വേണ്ടി. അപ്പോൾ ഹെറിംഗ് ബോണിനെ കുറിച്ച് പഠിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഷാഡോ വർക്കാണ് ഉത്തരം. ഷാഡോ വർക്ക് എംബ്രോയിഡറി ആണ് തുണികളുടെ ചീത്ത വശത്ത് ചെയ്യുന്നത്. അതായത് ചീത്ത വശത്ത് ഉദ്ദേശിക്കുന്നത് ഷാഡോ, നിഴൽ കാണുന്നു. നല്ല വശത്ത് അതിൻ്റെ നിഴലും മോശം വശത്ത് ഡിസൈനും ചെയ്യുന്നതാണ് ഷാഡോ വർക്ക്. ഫിഷ് ബോൺ സ്റ്റിച്ച് തയ്ക്കുന്നത് ഏത് തരം ഡിസൈൻ ഉദ്ദേശിച്ചാണ്? അപ്പോൾ എന്താണ് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് അറിയണം. അതേപോലെ സ്റ്റിച്ചിൻ്റെ ഉദ്ദേശവും അറിയണം. ഇപ്പം വലിയ ഡിസൈൻ സ്കാലപ്പ്, ഫില്ലിങ്, ത്രെഡ് മാർക്ക്. അപ്പം നമ്മൾക്ക് ഈ 4 ഓപ്ഷനിൽ സ്കാലപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാലപ്പിംഗ് സ്റ്റിച്ച്, അത് നമ്മൾ അരികൾ ചെയ്യാൻ വേണ്ടിയാണ്. ഫില്ലിങ്ങിൽ ലോങ് ആൻഡ് ഷോർട്ട് അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഫില്ലിങ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ഫിഷ് ബോൺ ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. അതേപോലെ ത്രെഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്, ലൂപ്പ് സ്റ്റിച്ചുകളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഡിസൈനാണ് ആൻസർ വരുന്നത്. അടുത്തത്, തയ്യൽ മെഷീൻ നീഡിലിൻ്റെ ഒരറ്റം ക്ലാമ്പിൻ്റെ സഹായത്താൽ ഏത് ഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ആൾക്കാർ സീയിങ് കോഴ്സ് കഴിഞ്ഞവരെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരായിരിക്കും. അപ്പോൾ നമുക്കറിയാം സീയിങ് മെഷീൻ്റെ നീഡിൽ എവിടെയാണ് പിടിപ്പിക്കുന്നത്? ക്ലാമ്പിൻ്റെ സഹായത്തോടാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ സീയിങ് മെഷീൻ്റെ പാർട്സ് എടുത്തപ്പം അത് പഠിച്ച കാര്യമാണ്. നീഡിൽ ബാറിലാണ് നീഡിൽ ക്ലാമ്പ് പിടിപ്പിച്ച് നമുക്ക് നീഡിൽ ഫിറ്റ് ചെയ്യുന്നത്. അടുത്തത്, തയ്യൽ മെഷീൻ ഭാഗമായ ത്രെഡ് ടേക്കപ്പ് ലിവറിൻ്റെ ധർമ്മം എന്താണ്? പല എക്സാമിനും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യാണ്. തയ്യൽ മെഷീൻ അല്ലെങ്കിൽ നൂലുകളെ ഉയർത്തുകയും താഴ്ത്തുകയും അല്ലെങ്കിൽ മെഷീൻ ചലിക്കുമ്പോൾ ഉയരുകയും താഴുകയും ചെയ്യുന്ന ഉപകരണം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ടേക്കപ്പ് ലിവറിനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ തയ്യൽ മെഷീൻ്റെ ഭാഗമായ ത്രെഡ് ടേക്കപ്പ് ലിവറിൻ്റെ ധർമ്മം എന്താണെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നൂലിനെ നീഡിലേക്ക് എത്തിക്കുക. അതായത് ടേക്കപ്പ് ലിവർ പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നൂലിനെ വലിച്ച് നീഡിലേക്ക് എത്തിക്കുന്നത്. അടുത്തത്, ബാക്ക് തയ്യൽ അഥവാ പിന്നോക്ക തയ്യൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത് പല എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. സ്ഥിരമായിട്ടുള്ള തയ്യൽ, അതായത് മെഷീൻ തയ്യലിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. അടുത്തത്, ഡ്രിൽ, കാക്കി, കമ്പിളി, ക്യാൻവാസ് തുടങ്ങിയ കട്ടി കൂടിയ തുണികളിൽ തയ്ക്കുവാൻ വേണ്ടി ഏത് നമ്പർ മെഷീൻ സൂചിയാണ് ഉപയോഗിക്കുന്നത്? ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഷീൻ സൂചിയുടെ നമ്പർ, അതേപോലെ മെഷീൻ സൂചി ഏതിനൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്.
ആൻസർ 18. കട്ടി കൂടിയ തുണികൾ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ നീഡിൽ 18 അടുത്തത്, തുണികളിൽ വലിയ ഡിസൈനുകൾ വരച്ച് ഡിസൈനുകൾ ചേർന്ന നിറത്തിലുള്ള വേറെ തുണികളിൽ നിന്നും ഇലകളും തണ്ടുകളും പൂക്കളും വെട്ടിയെടുത്ത് ഡിസൈനിന് മുകളിൽ വെച്ച് തയ്ക്കുന്ന എംബ്രോയിഡറി. അതായത് നമുക്ക് ആവശ്യമുള്ള ഡിസൈനുകൾ വേറെ തുണികൾ കട്ട് ചെയ്ത് നമ്മൾ യഥാർത്ഥ തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഏത് എംബ്രോയിഡറി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആപ്ലിക് വർക്കാണ്. കട്ട് വർക്ക് എന്താ, ആരി വർക്ക് എന്താ, കച്ച് വർക്ക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ആപ്ലിക് വർക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻ ഓരോന്ന് വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ച് വേണം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. അല്ലാതെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പഠിച്ചു പോകരുത്. തയ്യൽ മെഷീനിൽ തുണി വെച്ച് തയ്ക്കുന്ന ഭാഗത്തിന് പറയുന്ന പേര്. ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ബേസ് ആണ്. നമ്മൾ സീയിങ് മെഷീൻ്റെ പാർട്സ് ഓഫ് ദ മെഷീൻ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തയ്യൽ മെഷീനിൽ ബോബിൻ ഉറപ്പിച്ചു വെക്കുന്ന ഭാഗം ഏതാണ്? സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. തയ്യൽ മെഷീൻ ബോബിൻ എവിടെയാണ് ഉറപ്പിച്ച് വെക്കുന്നതെന്നാണ്. പക്ഷേ ഇതിലൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ട്. ചില ആൾക്കാർ ബോബിൻ ഉറപ്പിച്ച് വെക്കുന്നത് ഷട്ടിൽ ഉദ്ദേശിക്കും. പക്ഷേ ആൻസർ ബോബിൻ കേസാണ്. കേസിനകത്താണ് നമ്മൾ തയ്യൽ മെഷീനിൽ ബോബിൻ ഫിറ്റ് ചെയ്യുന്നത്. ആ കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷട്ടിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തയ്യൽ മെഷീനിൽ ബോബിൻ കേസ് ഉറപ്പിക്കുന്ന ഭാഗം. ഇത് രണ്ടും വന്നുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ മറ്റതിൽ ബോബിൻ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോബിൻ കേസ് ഉറപ്പിക്കുന്നത് ഷട്ടിലിനകത്താണ്. അടുത്തത്, തുണികളിൽ കൈകൊണ്ട് തയ്ക്കുന്ന അവസരത്തിൽ വിരലിൽ സൂചി കൊള്ളാതിരിക്കാനായി വിരലിലിടുന്ന ഒരു ഉപകരണമാണ്. സ്റ്റില്ലറ്റോ, തിമ്പിൾ, ഫിംഗർ ഷീൽഡ്, ഫിംഗർ കേപ്പ്. ഇത് ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് എന്നല്ല, അതായത് 2 ഡബിൾ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം തുണികൾ കൈകൊണ്ട് തയ്ക്കുന്ന അവസരത്തിൽ വിരലിൽ സൂചി കൊള്ളാതിരിക്കാനായി വിരലിലിടുന്നൊരു ഉപകരണം മാത്രമേ ചോദിച്ചുള്ളൂ. ഏത് വിരലിലാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിൽ നടുവിരൽ അല്ലെങ്കിൽ ചൂണ്ടുവിരലെന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നടുവിരലിനെ ഏതാണ് ഉപയോഗിക്കുന്നത്, ചൂണ്ടുവിരലിനെ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഏത് വിരലിനാന്ന് പറയാത്തത് കൊണ്ട് തിമ്പിളും വരാം, ഫിംഗർ ഷീൽഡും വരാം. 2 ആൻസറും വരുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരിക്കുന്നു. അടുത്തത്, തയ്യൽ മെഷീൻ സൂചി നമ്പർ കൂടുന്നതും ഡാഷ് ആയിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ സൂചിയും കൈത്തയ്യൽ സൂചിയും അതേപോലെ നൂലുകളെക്കുറിച്ച് അളവും അതിൻ്റെ ഏതൊക്കെ തുണികളിലാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്നത് 90% ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെട്ടവയാണെന്ന് നമുക്ക് അറിയാം. വലുതായിരിക്കും തയ്യൽ മെഷീൻ സൂചി നമ്പർ കൂടുന്തോറും വലുതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കട്ടി കൂടിയ തുണികൾ നമ്മൾ 18 നമ്പറാണ് ഡ്രില്ല് കാക്കിയൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ടെർലിൻ, ടെറിക്കോട്ടൺ, നൈലോൺ എന്നീ തുണികൾ തയ്ക്കുവാനായി ഉപയോഗിക്കുന്നത് ഏത് നമ്പറിലുള്ള മെഷീൻ നൂലാണ്? ഇതും നമ്മൾ തയ്യൽ മെഷീൻ കൈത്തയ്യൽ പറഞ്ഞപ്പോൾ അതിന് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. 60 നമ്പർ നൂലാണ് ടെർലിൻ, ടെറിക്കോട്ടൺ, നൈലോൺ എന്നീ തുണികൾ തയ്ക്കുക, അതായത് ഫൈൻ തുണികൾ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫൈൻ ത്രെഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കി ചെയ്യാം. നമ്പർ 60 ഫൈൻ ത്രെഡ് എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിൻ്റെ ഈ നമ്പർ 60 കൊടുക്കാതെ ഫൈൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഏത് തരത്തിലുള്ള സ്ലീവാണ് ലെഗ് ഓഫ് മട്ടൺ? ലെഗ് ഓഫ് മട്ടൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ സ്ലീവിൻ്റെ വേരിയേഷൻസ്, ഒരുപാട് സ്ലീവ് വേരിയേഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് സെറ്റ് ഇൻ സ്ലീവ്. ഇതെന്തുകൊണ്ടാണ് സെറ്റ് ഇൻ സ്ലീവ് വന്നതെന്ന് നമ്മുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതായത് അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ പറയാം. സെറ്റ് ഇൻ സ്ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വരുന്ന സ്ലീവാണ്. അതായത് നമ്മുടെ ബേസിക് സ്ലീവിന് വേരിയേഷനായിട്ട് വരുന്ന സ്ലീവിനെയാണ് സെറ്റ് ഇൻ സ്ലീവ്. അതായത് പഫ് അതുപോലെയുള്ള സ്ലീവ് വേരിയേഷൻസുകളൊക്കെ സെറ്റ് ഇൻ സ്ലീവിലാണ് വരുന്നത്. ഇപ്പോൾ കിമോണോ സ്ലീവ്, റാഗ്ലൻ സ്ലീവ്, കട്ടോൺ സ്ലീവ് എന്ന് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ആയിട്ട് വരുന്ന സ്ലീവല്ല. ഏത് കോളറാണ് ഫ്രണ്ടിൽ വിയും ബാക്കിൽ സ്ക്വയർ ഷേപ്പുമായി വരുന്നത്? നമ്മൾ കോളർ പിക്ചർ സഹിതം ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ട്. സെയിലർ കോളറാണ് വി ആകൃതി, ഫ്രണ്ടിൽ വി ആകൃതിയിൽ വരുന്നത്. ഏത് പ്ലാക്കറ്റാണ് ബട്ടൺസ് കാണാൻ കഴിയാത്തത്? ബട്ടൺസ് കാണാൻ കഴിയാത്തത് ഏത് പ്ലാക്കറ്റാണ്? പ്ലാക്കറ്റൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കൺസീൽഡ് പ്ലാക്കറ്റാണ് ബട്ടൺസ് കാണാൻ കഴിയാത്തയുള്ള പ്ലാക്കറ്റ്. എങ്ങനെയാണ് ബിഷപ്പ് സ്ലീവ് നിർമ്മിക്കുന്നത്? ബിഷപ്പ് സ്ലീവ് എല്ലാവർക്കും അറിയാം. ബിഷപ്പ് യൂസ് ചെയ്യുന്നൊരു സ്ലീവ്, ബിഷപ്പ് ആ വലിയ ഒരു ലോങ് സ്ലീവ് താഴെ പ്ലീറ്റ് വരുന്ന സ്ലീവിനെയാണ് ബിഷപ്പ് സ്ലീവ് എന്ന് പറയുന്നത്. അതിൻ്റെ
സ്ലീവിൻ്റെ നിർമ്മിതി ഗ്യാദേഴ്സ് അറ്റ് സ്ലീവ് ബോട്ടം. സ്ലീവിൻ്റെ ബോട്ടത്ത് ഗ്യാദേഴ്സ് ചെയ്തിട്ടാണ് ബിഷപ്പ് സ്ലീവ് ചെയ്യുന്നത്. അപ്പം സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് പ്ലീറ്റാണ് യൂണിഫോം സ്കേർട്ടിന് ഉപയോഗിക്കുന്നത്? ഇതൊരു ടെൻഷനായൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സാധാരണ നൈഫ് പ്ലീറ്റ് കണ്ടിട്ടുണ്ട്, ബോക്സ് പ്ലീറ്റ് കണ്ടിട്ടുണ്ട്, ഫ്രില്ല് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഒരു സംശയമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ബോക്സ് പ്ലീറ്റാണ് നോർമലി എന്ത് ചെയ്യുന്നത് നമ്മൾ സ്കേർട്ടിനൊക്കെ കാണുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇൻവേർട്ടഡ് പ്ലീറ്റ് ഉണ്ട്. ഇൻവേർട്ടഡ് പ്ലീറ്റ് തന്നെയാണ് ബോക്സ് പ്ലീറ്റ്. അതായത് 2 ബോക്സ് പ്ലീറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സൈഡ് ഇൻവേർട്ടഡ് പ്ലീറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്ത പാർട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടുനിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.